ഹായ് ഹലോ, ഇന്നൊരു കിച്ചൺ ഹാക്ക് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അതിന് അത്യാവശ്യം വേണ്ടത് ഇതുപോലെയുള്ള 2 കുഞ്ഞു ഡബ്ബകളാണ് കേട്ടോ. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഉണക്കി തുടച്ച് എടുക്കുക. പിന്നെ അതിൻ്റെ ടോപ്പുകൾ ഇതുപോലെ ഫോർക്ക് ഒന്ന് സ്റ്റൗവിലെ തീമൽ കാണിച്ചിട്ട് ഇതിലേക്ക് കുത്തി കൊടുത്താൽ നിറയെ ഇതുപോലെയുള്ള ഓട്ടകളുണ്ടാവും. അങ്ങനെ ഓട്ടയാക്കി വെക്കുക. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 2-3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അതിലൊന്ന് കല്ലുപ്പാണ്. അപ്പോൾ ഈ ഡബ്ബകളിലേക്ക് കല്ലുപ്പ് നിറച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കർപ്പൂരാണ് കേട്ടോ. അത് മെഡിസിനൽ ആയിട്ടുള്ള പച്ചക്കർപ്പൂരമാവാം, അല്ലെങ്കിൽ സാധാരണ നമ്മൾ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന കർപ്പൂരമായാലും എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ സാധാരണ കർപ്പൂരമാണ് എടുത്തിട്ടുള്ളത്. ആ കർപ്പൂരം ഈ ഉപ്പിൻ്റെ മീതെ ഇതുപോലെ കർപ്പൂരത്തിൻ്റെ വട്ടാണ് എൻ്റെ കയ്യിലുള്ളത്, ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതേ നമ്മുടെ അടുക്കളയിലുള്ള കരയാമ്പൂവും അതുപോലെ നമ്മുടെ വസ്ത്രങ്ങൾക്ക് കണ്ടീഷണറായിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഫാബ്രിക് കണ്ടീഷണറുമാണ് കേട്ടോ വേണ്ടത്. ഇനി നമ്മൾ ഇതിൽ ഡബ്ബകളിൽ കല്ലുപ്പിട്ടു, അതുപോലെ കർപ്പൂരിട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഫാബ്രിക് കണ്ടീഷണർ ആ ഉപ്പ് നന്നായിട്ട് നനയണ വരയ്ക്കും ഒഴിച്ചു കൊടുക്കുക. 2 ഡബ്ബകളും ഇതുപോലെ നിറയ്ക്കുക കേട്ടോ. അതുപോലെ കർപ്പൂരത്തിന് പകരം വേണമെങ്കിൽ നമ്മൾ പാറ്റഗുളിക എന്ന് പറയില്ലേ, അതായാലും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിപ്പോൾ കല്ലുപ്പിട്ടു, കർപ്പൂരിട്ടു, അതുപോലെ ഫാബ്രിക് കണ്ടീഷണർ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് ഇതുപോലെ ഒരു ഡബ്ബയിലേക്ക് ഒരു 6-7 കറിയാമ്പൂ എന്ന കണക്കിന് ഇതുപോലെ കല്ലുപ്പിലേക്ക് കറിയാമ്പൂ ഇറക്കി വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇതിൻ്റെ അടാറ് സ്മെല്ല് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ ഹോള് എന്തിനാണ് ടോപ്പിലിട്ടേന്നുള്ള അതിൻ്റെ ഗുഡൻസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ആ ടോപ്പ് ഇതുപോലെ ഇടുമ്പോൾ ആ ഹോളിൽ കൂടെ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ആ സ്മെല്ല് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പം നമുക്കിനി ഈ ഓട്ടുള്ള ഡബ്ബ ആളുകൾ കാണത്തക്ക വിധത്തിൽ വെക്കാൻ ഒരു വിഷമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു നാണക്കേടാന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിനെ ഒളിപ്പിച്ച് വെക്കാം കേട്ടോ. നമ്മുടെ കർട്ടനുകളുടെ ബാക്കിലോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ഡൈനിങ് ടേബിളുമല്ലോ ഫ്രിഡ്ജിൻ്റെ മീഡിയൊക്കെ എപ്പോഴും ഒരു ഫ്ലവർ വേസ് നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട് അല്ലേ, ആർട്ടിഫിഷ്യൽ ഫ്ലവറൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫ്ലവർ വേസിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഒളിപ്പിച്ച് വെക്കാം കേട്ടോ. വീടിൻ്റെ അകത്തേക്ക് കയറി വരുന്ന ഒരാൾക്ക് ഇത് കാണാനായിട്ട് പറ്റില്ല. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് ഇപ്പം എൻ്റെ വീട്ടിൽ കയറി വരുമ്പോൾ ഇവിടെ അയൽപ്പക്കത്തെ കുട്ടിയൊക്കെ ഹീമയൊക്കെ പറയാറുണ്ട്, അയ്യോ ചേച്ചിയുടെ വീടിൻ്റെ അകത്ത് വരുമ്പോൾ എന്തൊരു നല്ല സ്മെല്ല, ചേച്ചി എന്താണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കും. ഞാൻ ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. നമ്മൾ വാങ്ങാറുണ്ട് കേട്ടോ. ടോയ്ലറ്റിലേക്കൊക്കെ നമ്മൾ ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ടുള്ള എയർ ഫ്രഷ്നറൊക്കെ വാങ്ങാറുണ്ട്. എന്നിരുന്നാലും അതൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഒരു സീസണൊക്കെ ആകുമ്പോഴേ മഴക്കാലല്ലേ, ഇലകളൊക്കെ ചീഞ്ഞിട്ടുള്ള മണോ അല്ലെങ്കിൽ മീനിൻ്റെ മണോ ഒക്കെ എടുക്കാറുണ്ട്. വസ്ത്രങ്ങളൊക്കെ നന്നായി ഉണങ്ങാത്ത മണമൊക്കെ ഉണ്ടാവാറുണ്ട്. അതിന് വലിയ കാശ് ചിലവില്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോഴേ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.